10 വർഷം നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. സാധാരണ ഒരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ രാജ്യത്തെ പട്ടിണി തുടച്ചുമാറ്റൽ, തൊഴിലില്ലായ്മ വർദ്ധിക്കൽ, ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ സാനിറ്ററി ഫെസിലിറ്റീസും സാനിറ്റേഷനും ഇംപ്രൂവ് ചെയ്യൽ, ഈ പട്ടിണി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ തരത്തിലുള്ള പദ്ധതികൾ, അതിനുതകും വിധമുള്ള ആരോഗ്യകരമായ സാമ്പത്തിക വളർച്ച, ആരോഗ്യകരമായ സാമൂഹ്യ വളർച്ച, ഇവയൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ ഈ 10 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആകെ എടുത്ത് പരിശോധിച്ചാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കാനോ എന്തെങ്കിലും നേട്ടങ്ങൾ നിരത്താനോ ഒന്നും തയ്യാറായില്ല എന്നത് എല്ലാവർക്കും അറിയാം. അവിടെ ഇവിടെയൊക്കെയായി പുട്ടിന് പീരയിടുന്നത് പോലെ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ അതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വാദഗതികളും അദ്ദേഹം മുന്നോട്ട് വച്ചില്ല. പ്രശാന്ത് ഭൂഷൺ എന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് പോലെ അദ്ദേഹം ദേശ് ഭക്ത് എന്ന് പറഞ്ഞ ഒരു ട്വിറ്ററിലോ എക്സ് ഹാൻഡിലോ അങ്ങാണ്ട് വന്ന ഒരു പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് പറയുകയായി. അതായത് 10 വർഷം ഭരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കുകളെന്ന് പറയുന്നത്, ഒന്ന് മുല്ല, നമുക്കറിയാവുന്നതാണ് മുല്ലമാർ എന്ന് പറഞ്ഞാൽ, 2 മാഫിയ, 3 മട്ടൻ, മുഗൾ, മദ്രസ, മംഗൽ സൂത്ര, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുജ്ര. ഇത്തരം വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് മുഴുവൻ. അതിനപ്പുറത്തേക്ക് പോവർട്ടി, എംപ്ലോയ്മെൻറ്റ്, ലിവിങ് സ്റ്റാൻഡേർഡ്സ്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, എക്കണോമിക് ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, ഡിഫൻസ്, എംപവർമെൻറ്റ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ്, ഇങ്ങനെയുള്ള സംഗതികളൊന്നുമായിരുന്നില്ല ഈ പറയുന്ന മാഫിയ, മുല്ല, മുജ്ര, മദ്രസ തുടങ്ങിയ വാക്കുകളായിരുന്നത്രേ അധികവും ഉപയോഗിച്ചത്. ദയനീയം എന്നല്ലാതെ എന്തു പറയാനാണ്.